ഭഗീരഥി, കൊട്ടാരെത്തി. ഉച്ചയ്ക്ക് പിടിച്ച മഴ ലാവർഷം തുടങ്ങിയെന്നാ തോന്നണേ. കൊച്ചമ്പുരാൻ എങ്ങനെയുണ്ട്? അസുഖം ഭേദായില്ലെന്നുണ്ടോ? പള്ളിയറയിലെ വിളക്ക് തെളിച്ചിട്ടില്ലേ? ഉവ്വ. എന്നാ രാവണിയാര് പൊക്കോളൂ. രോഹിണി അവിടെ തനിച്ചല്ലേ ഉള്ളൂ. അത് സാരില്ല. ഇവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? പോരാത്തിന് പേ പിടിച്ച മഴയും. ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായ വാസുദേവനുണ്ടല്ലോ. എന്താ രണ്ടാൾക്കൊരു വല്ലായിക? കൊച്ചമ്പുരാനെ കാണാൻ തരപ്പറ്റില്ലെന്നുണ്ടോ? ഇല്ല, 3 ദിവസം മുമ്പ് കൊച്ചമ്പുരാൻ ആശുപത്രിയിൽ പോയെന്ന്. പോയിന്നോ? എങ്ങടെ? അത് അവർക്ക് അറിയില്ല അത്രേ. എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞു അച്ഛാ? എങ്ങടാന്ന് അറിയില്ല. ആശുപത്രിക്കാരോട് പറയാതെ പോയി കളഞ്ഞോത്രേ. ഈ കുട്ടി ഇത് എന്തിനുള്ള പുറപ്പാടാണ് ആവോ ദൈവമേ. അസുഖം പൂർണ്ണമായിട്ടും മാറി കാണും. അവിടെ കൊച്ചമ്പുരാൻ ഏറെ ചങ്ങാതിമാരുള്ളതല്ലേ. അവരെ കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെ പോരും. ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് പോവാനാ? വാസുദേവ, വാസുദേവ, കറണ്ട് പോയില്ലോ. എന്താ അവിടെ അരക്കം കേട്ടത്? വാസുദേവ, എന്താ എന്താ എന്താ? ഒരു നിലവിളി കേട്ട പോലെ. കൊട്ടാരത്തിൽ നിന്നാണോ തോന്നണേ? വാസുദേവാ, 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 എന്താ വാസുദേവാ? കൊട്ടാരത്തിനുള്ളിൽ നിന്ന് തമ്പുരാട്ടിയുടെ നിലവിളി കിട്ടും. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്നെ ആരോ പുറത്തുനിന്ന് പൂട്ടിട്ടിരിക്കുന്നു. അതെയോ? തമ്പുരാനെ, തമ്പുരാനെ, ഇപ്പൊ എന്തായി? വിധി നമുക്ക് അനുകൂലമാവുന്ന ഇന്ന് കാലത്തുകൂടി താൻ മീൻ പിളക്കിയതല്ലേ? വർമാജി വെറുതെ തിളക്കണ്ട. എന്റെ നിഗമനം തെറ്റിയിട്ടില്ല. വിധി നമുക്ക് അനുകൂലമാണല്ലോ. ഏതോ റിസീവറെ ഏൽപ്പിച്ച വിധി എങ്ങനെ എനിക്ക് അനുകൂലമാവും? അനുകൂലമാണ്. ഒന്നും കാണാതെ പട്ടര് പുഴയിൽ ചാടത്തില്ല വർമാജി. അതിന് ഞാൻ പട്ടരല്ലോ, നായരല്ലേ? അയ്യേ, ഞാനൊരു ശൈലി കടമെടുത്തന്നല്ലേ ഉള്ളൂ. ഏതോ റിസീവറെ കൊട്ടാരത്തിന് ഭരണം ഏൽപ്പിച്ചു എന്നുള്ളത് നേരെ. ആ റിസീവർ ആരായിരിക്കണം തീരുമാനിക്കേണ്ടത് വർമാജിയാ. ഭരണത്തിൽ ഭയങ്കര പിടിയല്ലേ വർമാജിക്ക്. റിസീവറുടെ പാനലിൽ നിന്ന് നമുക്ക് സ്വാധീനമുള്ള ഒരാളെ വെപ്പിക്കണം. ആർക്കായിരിക്കും ആ സ്വർഗം വിധിച്ചിരിക്കുന്നത്? ആർക്കായാലെന്താ, അയാളുടെ സമയം തെളിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഒരു ഉണക്ക തേയില ഫാക്ടറിയുടെ റിസീവറായിട്ടിരുന്ന അഡ്വക്കേറ്റ് ഇട്ടിച്ചനെ 1.5 വർഷം കൊണ്ടുണ്ടാക്കിയത് 2 മണിമാളികയാ. ചിത്തിരപുരത്തെ സ്ഥിതി അതാണോ? പറമ്പി കൊഴിഞ്ഞു വീഴുന്ന നാളികേരം പറക്കി വിറ്റാ മതി, ഒരു തലമുറയ്ക്കുള്ളത് ഉണ്ടാകാം. കൊലക്കേസ് അന്വേഷിക്കാൻ ചെന്ന പോലീസുകാരൻ എന്നോട് പറഞ്ഞതാ കൊട്ടാരത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ പുരാവസ്തുക്കളുണ്ടെന്ന്. നമ്മൾ എന്തിനാ വെറുതെ വെള്ളമൂറുന്നത്? ഉന്നതങ്ങളിൽ പിടിയുള്ളവർക്ക് ആ ഭാഗ്യം കിട്ടും. അത് ശരിയാ.
അനന്തപത്മനാഭൻ എത്തിയല്ലോ. സാർ എന്താ എന്നും കോടതി പിരിയുമ്പോഴത്തേക്ക് വരുന്നത്? കേസുകളൊന്നും ഇല്ല അല്ലേ? അയ്യോ ഇല്ല നീ ഒരു കാര്യം ചെയ്, നിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മായി അമ്മ അമ്മിക്കല്ലിടിച്ച് കൊല്ല്, എന്നിട്ട് വാ. അപ്പൊ എനിക്കൊരു കേസ് പോവും, നിനക്കൊരു കൊലക്കയറ് പോവും. രാവിലെ കണാകുണ വർത്താനം പറഞ്ഞാണല്ലോ കളിക്കുന്നതാ. എന്താ പ്രശ്നം? ചേട്ടാ ഇവൻ ചോദിക്കുക ഈ ബാറിൽ ഏറ്റവും നല്ല അഡ്വക്കേറ്റ് ആരാണെന്ന്. ഞാൻ ചേട്ടന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവൻ പറയാ പുള്ളിക്ക് കേസൊന്നും വാദിക്കാൻ അറിയില്ല, പുള്ളിയുടെ മോൻ കണ്ടാൽ തന്നെ അറിയില്ല, ഒരു കണാപ്പാണെന്നൊക്കെ. സത്യം അതാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റോ? എന്താടോ അകത്തൊരു കൂട്ടച്ചിരി? പണ്ട് ചന്തുമേനോൻ ചെണ്ട കൊട്ടിച്ച പോലെ വല്ല സംഭവം കോടതിയിൽ നടന്നോ? ദിവസവും അങ്ങനെ പലരെയും അവിടെ ചെണ്ട പൊട്ടിക്കാറുണ്ട്. അത് ആസ്വദിക്കണമെങ്കിലേ വല്ലപ്പോഴും കോടതിക്കകത്തുനിന്ന് കയറണം. കോടതി കയറിയില്ലെങ്കിൽ എന്താടോ, തന്റെ വക്കീലിനേക്കാൾ കൂടുതൽ കേസ് എനിക്കുണ്ട്. അതേ, മറ്റ് വക്കീലന്മാരൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവധിക്ക് വെപ്പിച്ച് കുറഞ്ഞത് ഒരു 5 വർഷത്തേക്കെങ്കിലും നീട്ടും. അതേ കേസ് എന്റെ കൈ കിട്ടിയാൽ അത് 5ന്റെ അന്ന് ഞാൻ ഒതുക്കും. പിന്നെ അവന്മാർ 5 വർഷം തൊണ്ടയിലെ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന കാശ് അത് വറ്റിക്കാതെ തന്നെ 5 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കും. പിന്നെ എന്തിനാണോ അതിനകത്ത് കയറുന്നത്? അതും ശരിയാ. അറിഞ്ഞോ, ചിത്രപുരം കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി. ചിത്തിരപുരം കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് കൈമാറി. അത് ആർക്കെങ്കിലും കൈമാറിട്ട് തനിക്കെന്താടോ? അല്ല, ഇന്ന് സാറിന്റെ ഗുമസ്തനെ കണ്ടില്ലല്ലോ. അവൻ ചത്തു. എന്റെ കർത്താവേ, മുട്ടനാടുകൾക്കിടയിൽ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ. ഞാൻ പറയുന്ന സമാധാനമായിട്ടൊന്ന് കേക്ക്. ഒത്തുതീർപ്പാണ് നല്ലത്. താനൊരു പുല്ലും പറയണ്ട. ഒത്തീർപ്പിനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് എന്നാണോ? ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടാൽ മതിയായിരുന്നല്ലോ. എന്റെ സിസ്റ്ററെ, എനർജി വേസ്റ്റ് ചെയ്യരുതേ. അനന്തം വക്കീൽ ഒരു സമാധാന പ്രിയനാണ്. സമാധാനത്തിന്റെ 3 വെള്ളരി പ്രാവുകളാണ് അദ്ദേഹം വീട്ടിൽ വളർത്തുന്നത്. പിന്നെ ഞാൻ ഒരെണ്ണം ചത്തു. അതിന് ഞാനെന്ത് വേണം? ഇയാളെ തള്ളെ അകത്താക്കാതെ എനിക്ക് ഉറക്കം വരില്ല. അത്രയ്ക്ക് അനുഭവിച്ചു ഞാൻ. എന്തനുഭവിച്ചെന്നാ? അനുഭവിച്ചത് മുഴുവൻ ഞാനാ. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ എനിക്ക് സമാധാനം തന്നിട്ടില്ല. സമാധാനം തന്നിട്ടില്ല. എന്ന് ഭർത്താവിനെ അകത്താക്കിയാലേ അടങ്ങുള്ളൂ. എന്ത് നല്ല ഭാര്യ സിസ്റ്ററെ. ഇത്രയും കാലം ഈ താടയോടൊപ്പം ജീവിച്ച താങ്കൾക്ക് പരമവീര ചക്രം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കതിന് വകുപ്പില്ല. പരമചക്രമല്ല, മരണചക്രം തനിക്ക് ഞാൻ തരാൻ എന്താടോ? അനന്തം വരുന്നതിന് മുമ്പ് ഇവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഞാൻ ശ്രമിച്ചതാ. ഇവരെന്നെ ഇപ്പൊ തീർത്താനെ. അനന്തനല്ല, ഐക്യരാഷ്ട്ര സംഘടന വിചാരിച്ചാലും ഇവരുടെ പ്രശ്നം തീരില്ല. ഇന്ത്യയും പാകിസ്ഥാനും പോലെ ഒന്ന് നിർത്തുമ്പോ മറ്റേത് തുടങ്ങും. എന്ത് വെടി? വെടിയല്ല, തനിക്ക് അടിയ തരേണ്ടത്. ഉറുമീസേ, താൻ വക്കീലല്ല, എന്റെ വെറും ഗുമസ്തനാ. അയ്യോ സോറി സർ. ഇതെന്താ കാളച്ചന്തയെന്ന് വിചാരിച്ചോ? പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തുതീർപ്പിനെ വിളിപ്പിച്ചത്. എനിക്ക് കോടതിയിൽ നിന്ന് തന്നെ വിധി കിട്ടണം. അതിനൊരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. 9 വർഷം? കോടതിക്ക് നിങ്ങളുടെ മാത്രമല്ല, വേറെ ഉണ്ട് ഒരുപാട് കേസുകൾ. പ്രതിഭാഗം വക്കീൽ ഹാജരാകുമ്പോൾ വാദിഭാഗം വക്കീൽ അവധിക്ക് അപേക്ഷിക്കും. അങ്ങനെ നിങ്ങളുടെ കേസ് നീട്ടിവെച്ച് നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി കിട്ടാൻ ഏകദേശം ഒരു 9 വർഷമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ഇതിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ കോടതി കയറി ഇറങ്ങണം? ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒത്തൊരുമിച്ച് ജീവിക്കണോ അല്ല അടിച്ച് പിരിയണോ എന്നല്ലേ ഉറു. സിസ്റ്റർ, അയ്യോ ബ്രദറെ, കോടതി കയറി ഇറങ്ങുമ്പോഴറിയാം അതിന്റെ ഏനക്കേട്. പ്രതിഭാഗം വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാ എത്ര തന്റെയാണെങ്കിലും തൊലി ഉരിഞ്ഞു പോവും. പരപുരുഷ ബന്ധം, അവിഹിത ഗർഭം, അനാശാസ്യ നടപടി, പീഡനം, ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ ഇക്കാലത്ത് യാതൊരു പ്രയാസവും ഇല്ല. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി, വാദി ചിലപ്പോ പ്രതിയായെന്നിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കും ഒത്തുതീർപ്പ് വേണോ അതോ തമ്മി തല്ലി പിരിയണോ എന്ന്. അനന്ത, സത്യത്തിൽ അനന്തനെ സമ്മതിച്ചെന്നിരിക്കുന്നു. തമ്മി തല്ലി പിരിയാൻ വന്നവരിപ്പതേ ഇണക്കുരുവികളെ പോലായി. അനന്തന്റെ ഗുമസ്തനാകാൻ ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് അപമാനമുണ്ട്, അല്ല അഭിമാനമുണ്ട്. ഇണക്കുരുവികൾ പറന്നു പോകുന്നതിന് മുമ്പ് അണ്ണൻ പോയി വേഗം ഫീസ് കളക്ട് ചെയ്യേ. തന്നോടാ.